ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ദേശീയ ടീമിൽ എപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാറുള്ള താരമാണ് ലുക്കാസ് പക്കേറ്റ. പക്ഷേ ഇന്നത്തെ സൗഹൃദ മത്സരത്തിൽ അദ്ദേഹം വിമർശകരുടെ വായടപ്പിച്ചിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത്. ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കാൻ ലുക്കാസ് പക്കേറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം പകുതിയിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത്. ഒരു ഗോൾ അദ്ദേഹം നേടി, മാത്രമല്ല ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കി. അത് കിടിലൻ പാസ്സായിരുന്നു. ആ പാസിൽ നിന്നാണ് ഡാനിലോ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ലുക്കാസ് പക്കേറ്റയുടെ ഇന്നത്തെ പ്രകടനം നമുക്കൊന്ന് പരിശോധിക്കാം. 45 മിനിറ്റ് കളിച്ചു, ഒരു ഗോൾ, ഒരു അസിസ്റ്റ്, 4 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അത് വലിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 39 പാസുകളിൽ 37 പാസുകളും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 6 ഡുവലുകളിൽ 3 ഡുവലുകൾ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സോഫാ സ്കോറിന്റെ ഒരു റേറ്റിംഗ് 8.9 ആണ് വരുന്നത്. സോഫാ സ്കോറിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ലുക്കാസ് പക്കേറ്റയാണ്. മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിക്കൊണ്ട് ഒഫീഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടതും ലുക്കാസ് പക്കേറ്റയാണ്. കേവലം 45 മിനിറ്റിനുള്ളിൽ 4 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അദ്ദേഹം ഫ്ലമംഗോയിൽ എത്തിയത്. അതിനുശേഷം 8 ഗോളുകൾ നേടാൻ ലുക്കാസ് പക്കേറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തെടുക്കുന്നത്. വിമർശകർക്ക് നല്ല ഒരു മറുപടി നൽകാൻ ലുക്കാസ് പക്കേറ്റയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും വരുന്ന വേൾഡ് കപ്പിൽ ഇദ്ദേഹം ഈ മികവ് തുടരുമെന്നും ബ്രസീലിന് മുതൽക്കൂട്ടാകും എന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.